ഈ തോത്താപ്പുരി മാവ് നമ്മൾ കൊടുക്കുന്നത് വെറും 180 രൂപക്കാണ്. വെറും 7500 രൂപക്ക് 5500 രൂപയ്ക്ക് റമ്മിലുള്ളത് കൊടുക്കുക. എല്ലായിടത്തും മാങ്ങയുള്ള ഓഫറുകളാണ്. ഇനി ഓഫർ ഒരാളോട് ഇടരുത്, ആ ജാതിയിലുള്ള ഓഫറുകളാണ് നമ്മൾ കൊടുത്തത്. ഓഫർ ഇടുന്ന ആൾക്കാരുടെ പരിപ്പ് ഞാൻ എടുത്തു തരാം. അപ്പോൾ നമ്മൾ എയർപോർട്ട് ഗാർഡനിലാണുള്ളത്. ഈ വർഷം നമുക്ക് ഒട്ടനവധി മാവുകൾ ഫ്ലവർ ചെയ്ത് കായ്ച്ചിട്ടുണ്ട്. ഡ്രമ്മിലാവട്ടെ ഗ്രോ ബാഗിലാവട്ടെ. അപ്പോൾ സാധാരണ എല്ലാ കസ്റ്റമറും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കായ്ച്ച മാവുണ്ടോ എന്ന്. അത് സീസൺ അല്ലാത്ത സമയത്തും വർഷകാലത്ത് പോലും വന്നിട്ട് ചോദിക്കും കായ്ച്ച മാവുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് ഒരു ആൾ സീസൺ മാവൊക്കെ അതുപോലെ കൊടുക്കാമെന്നല്ലാതെ ഓൾ സീസൺ മാവ് നമുക്ക് എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കും. പക്ഷേ സാധാരണ സീസൺ മാവുകളൊക്കെ ഈ സീസണിലാണ് കായ്ക്കല്ലേ. അപ്പോൾ ഗ്രോ ബാഗിൽ കായ്ച്ചതും ഡ്രമ്മിൽ കായ്ച്ചതുമായിട്ടുള്ള ഒട്ടനവധി മാവുകൾ, അത് ഒട്ടനവധി വെറൈറ്റികൾ ഇപ്പോൾ എയർപോർട്ട് ഗാർഡനിൽ ലഭ്യമാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് നല്ലൊരു പ്രൈസിന് ഈ മാവുകൾ കരസ്ഥമാക്കാനുള്ള ഒരു അവസരമാണ്. വീട്ടുമുറ്റത്തൊക്കെ വളരെ മനോഹരമായിരിക്കുന്ന ഹൈബ്രിഡ് മാവുകൾ ഇങ്ങനെ നിറയെ മാങ്ങയോട് കൂടി തൂങ്ങിക്കുന്നത് കാണാൻ ഇതിൻ്റെ ഒരു ആനന്ദം മറ്റൊന്നും വേറെ ഒന്നും നമുക്ക് അല്ലേ. ഇതൊക്കെ നമുക്ക് ഒരു കോഫിയൊക്കെ കുടിച്ച് രാവിലെ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി ഈ മാങ്ങകളൊക്കെ കാണുമ്പോൾ ഈ മാങ്ങ കഴിക്കുന്നതിലും കൂടെ ഉള്ളൊരു സന്തോഷം നമ്മുടെ മനസ്സിന് ഒരു ആനന്ദമൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഹൈപ്പർ ടെൻഷനൊക്കെ പോയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള മാവുകൾ വീട്ടുമുറ്റത്ത് നട്ടു വളർത്താൻ പറ്റുക. അഥവാ ഡ്രമ്മോട് കൂടിയിട്ട് നമുക്ക് വീട് പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വലിയൊരു മാവ് വേണമെന്നുള്ളൊരു സങ്കല്പമുണ്ട്. കായ്ച്ച മാവ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാവുകൾ കൊണ്ടുപോയിട്ട് വീട്ടുമുറ്റത്ത് വെക്കാം. ഇതൊരു 3 ടേസ്റ്റ് എന്ന് പറയുന്നൊരു മാങ്ങയാണ്. ഇതിൻ്റെ പച്ചയിലൊരു ടേസ്റ്റാണ്, കുറച്ച് മൂത്ത് കഴിഞ്ഞാൽ മറ്റൊരു ടേസ്റ്റാണ്, പഴുത്ത് കഴിഞ്ഞാൽ മറ്റൊരു ടേസ്റ്റ്. അങ്ങനെ 3 ടൈമിൽ 3 ടേസ്റ്റ് അനുഭവപ്പെടുന്ന ഒരു മാങ്ങ. സാധാ മാങ്ങകൾക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു മാങ്ങയാണ്. അതുകൊണ്ടാണ് ഇത് 3 ടേസ്റ്റ് മാങ്ങ, പിന്നെ ജയിൻറ്റ് ഡ്രീം, അങ്ങനെ പലയൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങയാണിത്. ഇതൊരു തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡ് വെറൈറ്റി മാവുകളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വലിയ വൻമരമായി ഒന്നും പോയില്ല, അത് ഒതുങ്ങി ചെറുതിലായി നിൽക്കുന്ന മാവുകളാണ്. മറ്റൊരു ഗ്രോ ബാഗിൽ കാഴ്ചയ്ക്കുന്ന സൂപ്പർ ക്യൂൻ മാവ് കാണിക്കുക. ക്യൂജായ് മാംഗോ, സൂപ്പർ ക്യൂൻ, ഗോൾഡൻ ക്യൂൻ എന്നൊക്കെ അറിയപ്പെടുന്ന മാവാണ് കണ്ട. വലിയ മാങ്ങ, ഒരു 1.5 കിലോ ഒക്കെ വരുന്ന മാങ്ങയാണ്. 1.5 കിലോ ഒക്കെ വരും. ഇത് തായ്ലൻഡിൻ്റെ മാങ്ങയാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അണ്ടി വളരെ സ്ലൈസാണ്. നമുക്ക് പച്ചയിലും കഴിക്കാം, പുളി ഉണ്ടാവില്ല, നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇങ്ങനെ നന്നായിട്ട് കായ്ച്ച് നിൽക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ടുള്ള മാങ്ങയാണ് കണ്ട. ഇതൊരു ഗ്രോ ബാഗിലുള്ളതാണ്. ഇത് നമ്മൾ സെയിലിനായിട്ട് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ മാങ്ങയുണ്ട്. ഇതുകൂടെ ഒന്ന് വന്നേ. ഇതൊക്കെ നിറയെ മാങ്ങയാണ്. ഇവിടെ കണ്ടില്ല മാങ്ങ, ഇത് കണ്ടില്ല മാങ്ങ, നിറയെ മാങ്ങ കായ്ച്ചിരിക്കുന്നു കണ്ടില്ലേ. ഇവിടെ മാങ്ങ, ഇത് മാങ്ങ, ഇവിടെ മാങ്ങ, ഇത് കണ്ടില്ലേ. നിറയെ മാങ്ങകൾ കായ്ച്ചിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സിന്ദൂര മാങ്ങ. ഇത് ആന്ധ്ര സിന്ദൂരം എന്ന് പറയും. വലിയ മാങ്ങയാണ്. ഇത് നിറയെ കായ പിടിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും കായ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല. ഇതിനി നല്ലൊരു നമ്മുടെ ഒരു കളർ, ഒരു ചുവന്ന കളറിലേക്ക് വരും, വെയിലൊക്കെ കൊണ്ട് വരും. ഇത് നമ്മുടെ മാങ്ങയിലെ പ്രിയപ്പെട്ട മാങ്ങ നാംഡോക്ക് മൈയാണ്. ഒട്ടനവധി നാംഡോക്ക് മൈകൾ നമുക്ക് കായ്ച്ചിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് വെക്കാൻ ഒരു അനുയോജ്യമായ മാങ്ങയാണ് നാംഡോക്ക് മൈ. ഞാൻ പലപ്പോഴും പറയും, മാവ് നല്ല ഭംഗിയാണ്, മാങ്ങ നല്ല ഭംഗിയാണ്, കാണാൻ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, നല്ല ഒരു ബ്രിക്സുള്ള മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. സാധാരണ കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മാങ്ങയാണ് നാംഡോക്ക് മൈ. ഇങ്ങനെ കൊലയിലൊക്കെ നിറയെ കായ്ക്കും. ഏത് സമയത്തും അത്യാവശ്യം മാങ്ങ കാണും ഇതിനകത്ത്. ഇത് വർഷത്തിൽ ചിലതൊക്കെ 2-3 പ്രാവശ്യം ഫ്ലവർ ചെയ്ത് കായ്ക്കും. അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് ഇതിൽ. നാംഡോക്ക് മൈ ഗോൾഡ്, നാംഡോക്ക് മൈ പർപ്പിള്, നാംഡോക്ക് മൈ യെല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ വിഭാഗങ്ങളുണ്ടെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇത് ഒരു ജൈൻറ്റ് ഐവറി എന്ന് പറഞ്ഞ മാങ്ങ തന്നെയാണ്. ഇത് നല്ലൊരു മാങ്ങയാണ്. അത് ഏകദേശം 1.5 കിലോ ഭാരം വരും. നല്ല രസമാണ്. ഇതൊക്കെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിൽ ഈ വെറൈറ്റികളൊക്കെ എന്ന് വെച്ചാൽ പച്ചയിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അത് നമ്മൾ ഈ വിദേശത്തൊക്കെ പോയവർക്കറിയാം, മാളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്ലൈസ് ആയിട്ട് ചെത്തിയിട്ട് ഇങ്ങനെ കൊടുക്കും. അത് തിന്നാൽ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലൊക്കെ ഉള്ള ഒരു മാങ്ങയാണ്. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് മുകളിലൊക്കെ കായ്ച്ചിട്ടുണ്ട്. കാപ്പിടുത്തത്തിൽ ഒരു രക്ഷയില്ല. കാരണം ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല മാങ്ങ പിടിച്ച മാവുകളാണ്. ഇത് വന്നൊരു ഹൈബ്രിഡ് ഇനാണ്. നമ്മളെ ICR നമുക്ക് വികസിപ്പിച്ചെടുത്ത ആദ്യ കാലഘട്ടത്തിലെ 2 മാവുകളാണ്. ഒന്ന് ഹൈബ്രിഡിൽ, ഒന്ന് മല്ലിക വരും, ഒന്ന് അമ്രവലി എന്ന് പറയുന്ന മാവാണ്. ഈ അമ്രവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മാതൃവൃക്ഷമായി വരുന്നത് ദശേരും പിതൃവൃക്ഷമായി വരുന്ന നീലനാണ്. നല്ലൊരു കൂടിച്ചേരലാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു മാങ്ങയാണ് അമ്രവലി. ഇതിന് മാതാവ് ദശേരും മാതൃവൃക്ഷം ദശേരും പിതൃവൃക്ഷം വരുന്നത് നീലനുമാണ്. നല്ല മാങ്ങയാണ്. 2 മാങ്ങ. ഒന്നിന് നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാങ്ങയാണ് ദശേരി, നമ്മളെ ഈ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാങ്ങയാണ് നീലന്. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ യഥേഷ്ടം കായ്ക്കുന്ന മാങ്ങയാണ് നീലൻ. നമുക്കൊക്കെ അറിയാം നീലമാങ്ങ.
അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു ഫ്ലേവർ ഒരു മാറ്റമാണ് ഈ പിന്നെ അമ്രാവലി. കൊലയിൽ നന്നായിട്ട് കായ്ക്കും, മാവ് വലിയ പടുമരമായി ഒന്നും പോയില്ല, എല്ലാ വർഷവും റെഗുലറായിട്ട് കായ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല മാവുകളാണ്. ദശേരി മാവുകൾ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിളാണ്, എവിടെ വെച്ചാലും നന്നായിട്ട് കായ്ക്കും, കായപിടുത്തുള്ള ഒരു ഇനമാണ്. അപ്പോൾ അത് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ക്രോസാണ് മല്ലിക. ഇത് നാംഡോഗ്മയാണ്. നാംഡോഗ്മയുടെ മാങ്ങയുടെ വലിപ്പം നോക്കി, എത്ര നല്ല വലിപ്പമാണ്. നമുക്ക് ഈ നാംഡോഗ്മയിൽ തന്നെ വലിയ മാങ്ങകളുണ്ട്, ചെറിയ മാങ്ങകളുണ്ട്, ഗോൾഡ് കളറിലേക്ക് പോകുന്നുണ്ട്, ഗ്രീൻ കളറിലേക്ക് പോകുന്നുണ്ട്, കുറേ വേരിയൻറ്റുകൾ അതിനകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റിലും ഫ്ലേവറിലും മധുരത്തിലും ഒക്കെ ഒരു വിഭിന്നത കാണുന്ന ഒരു മാങ്ങയാണ് ഈ നാംഡോഗ്മൈ. നമ്മൾ ഈ നാംഡോഗ്മൈ പോലെ ഇതെല്ലാം മാങ്ങകളായിട്ട് കൂടുതൽ അടുത്ത് ഒരു പഠനം നടത്തുമ്പോൾ നമുക്ക് ഇതിലൊക്കെ വേരിയൻറ്റുകളുണ്ട്, ഇതിനൊക്കെ ടേസ്റ്റുകൾ വ്യത്യാസമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. എപ്പോഴെങ്കിലും ഒരു മാങ്ങ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സ്ഥിരമായി ഇതിനൊക്കെ മനസ്സിലാക്കുമ്പോൾ ആ വ്യത്യസ്തത മനസ്സിലാക്കാനായിട്ട് കാണും. നാംഡോഗ്മൈ ഇത് വേറൊരു മോഡലാണ്. ഷേപ്പിലും അല്പസ്വല്പമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. ഇത് മല്ലികമാവാണ്. മല്ലികമാവ് അങ്ങനെ കായ്ക്കൽ നമുക്കവിടെ എല്ലായിടത്തും അങ്ങനെ കായ്ക്കില്ല. മല്ലിക ഞാൻ പറഞ്ഞില്ലേ, മല്ലിക ഇതിൻ്റെ മാതൃവിഷമായി വരുന്നത് പിന്നെ നീലനും പിതൃവിഷമായി വരുന്നത് ദശേരിയാണ്. ഓപ്പോസിറ്റ് ക്രോസ്, അമ്രാവലിയുടെ ഓപ്പോസിറ്റ് ക്രോസ്. ഇത് നല്ലൊരു ഹൈബ്രിഡാണ്. നമുക്ക് ICAR വികസിപ്പിച്ച 2 മാങ്ങകളിൽ ഏറ്റവും നല്ലൊരു മാങ്ങയാണ് പിന്നെ മല്ലിക ഒരു മാങ്ങകളുടെ റാണിയാണ് മല്ലിക. കാരണം അത്രയും ടേസ്റ്റാണ്, അണ്ടി വളരെ കനക്കുറവാണ്. നമുക്കറിയാം ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന നല്ല ഇനം മാങ്ങകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു 8 വർഷക്കായുള്ള പ്ലാന്റാണ്, നല്ല മുഴുത്ത പ്ലാന്റാണ്. ഇതൊക്കെ ഇപ്പോൾ അങ്ങ് കൊണ്ടുവച്ചാൽ മതി. ഇത് ഗ്രോ ബാഗിലാണ്, അടിപൊളിയായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇത് മല്ലികയാണ്. മല്ലിക എല്ലായിടത്തും കായ്ക്കില്ല. കായ്ച്ച മല്ലിക കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കായ്ക്കും, എല്ലാ വർഷവും കായ്ക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മല്ലിക നമ്മളെ കേരളത്തിലൊന്നും അത്ര സൂട്ടബിൾ അല്ല, കായ്ക്കുന്നില്ല. പിന്നെ മാങ്ങയുടെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ മല്ലികയിൽ തന്നെ കുറേ ഞാൻ പറഞ്ഞില്ല, മാങ്ങകളിലെല്ലാം തന്നെ വേരിയൻറ്റുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാ മല്ലികയും ഒരുപോലെയല്ല, എല്ലാ നാംഡോഗ്മൈ ഒരുപോലെയല്ല. എല്ലാ മാങ്ങകളിലും പിന്നെ നമ്മൾ പറയില്ല കാട്ടിമൂണ്, അതുപോലെ തന്നെ കുളമ്പ്, പിന്നെ കോട്ടൂർ കോളം, പിന്നെ അതുപോലെ തന്നെ കാലപ്പാടി, എല്ലാ മാങ്ങകളിലും വേരിയൻറ്റുകളുണ്ട്, ചെറിയ മാറ്റങ്ങളുണ്ട്. അപ്പം നല്ല ഇനങ്ങൾ കണ്ടെത്തി അതിൻ്റെ തൈകൾ ബെഡും ഗ്രാഫ്റ്റും ചെയ്തെടുത്തത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഗുണം നിലനിർത്താനായിട്ട് കഴിയുമെന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുണനിലവാരമുള്ള നഴ്സറികൾ അതിനായിട്ട് തിരഞ്ഞെടുക്കുക. എവിടുന്നെങ്കിലും ഒരു മാവ് വില കുറഞ്ഞ് ഇതാ 100 രൂപയ്ക്ക് കിട്ടുന്നു, 200 രൂപയ്ക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി നോക്കണം, അത് നമുക്കതിൻ്റെ നിലവാരം നോക്കണം. അത്തരത്തിലുള്ള മാവുകളായിരിക്കണം നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത്. ഇത് ഗ്രോ ബാഗിലുള്ളതാണ്. ഇത് ആന്ധ്രയുടെ ഒരു മാങ്ങയാണ് പൈതരസാലു, ചിന്നരസാലു, ചിരുക്കുരസാലു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഇനങ്ങളുണ്ട്. അവർ രസാലുക്കളാണ്. ആ രസത്തിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ആ രസം നമ്മുടെ ചക്കരക്കുട്ടി, പഞ്ചാരക്കട്ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അവർക്ക് ഈ രസാലു. അപ്പോൾ ആ ചിന്ന രസം, പിന്നെ പെരിയ രസം എന്നൊക്കെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ പറയും. അപ്പോൾ അവിടെ ചെന്നാൽ രസാലു വഴി മാറുകയാണ്. നല്ല മാങ്ങയാണ്. ഞാൻ ആന്ധ്രയിലൊക്കെ ചെന്ന സമയത്ത് കഴിക്കുന്ന മാങ്ങയാണ്. നമ്മളിവിടെ നന്നായിട്ട് ഈ 3 മാങ്ങയും നമ്മളിവിടെ പിടിക്കുന്നുണ്ട്, നന്നായിട്ട് കായ പിടിക്കുന്നത്. അതിൽ ഏറ്റവും നല്ലത് ചിരുക്കുരസാലാണ്. ചിരുക്കുരസാല എന്ന് പറഞ്ഞാൽ നാടൻ മാങ്ങയുടെ ഒരു ഫ്ലേവറാണ്. അതുപോലെ അതിൻ്റെ ആ ഒരു മധുരം, അതൊക്കെ ഒരു വേറിട്ട ഒരു സംഭവം. നമ്മളിവിടുത്തെ തന്നെ ചന്ദ്രകാരൻ്റെ ഒക്കെ ഒരു മധുരത്തിനോട് മണത്തോടൊക്കെ ഒരു ഏകദേശം ഒരു സാദൃശ്യം കിട്ടുന്നതാണ് ഈ ചിരുക്കുരസാലു, ഈ ചിന്നരസാലു, പൈതരസാലു. ഈ 3 മാങ്ങയും ഒന്നിനൊന്നും മെച്ചാണ്. അതിൽ 1-ാം നമ്പർ ചിരുക്കുരസാലു. ഇതാണ് നമുക്കറിയാം ഗോലക്കി എന്ന പേരിൽ നമ്മളിവിടെ അറിയപ്പെട്ടത് നാംഡോഗ്മൈ മുൺ, MUN മുൺ എന്നൊക്കെ പറയും, മൺ എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ തായ്ലൻഡിൽ മുൺ എന്നൊക്കെ. എന്താവട്ടെ, ഈ മാങ്ങ ഒരു കിടില മാങ്ങയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് സൂട്ടബിളായ മാങ്ങയാണ്. എല്ലായിടത്തും നന്നായിട്ട് കായ്ക്കും. 1 കിലോയ്ക്ക് ഏകദേശം മുകളിൽ ഭാരം വരുന്ന മാങ്ങയാണ്. അണ്ടി വളരെ കനം കുറവാണ്. ഒരു അത്യാവശ്യം ഫ്ലേവർ നൽകുന്ന ഒരു മാങ്ങയാണ് ഇത് നാംഡോഗ്മൈ മുൺ എന്ന് പറയുന്നത്. ഇത് ഗോലക്ക് എന്നുള്ള പേരിലാണ് അറിയാം. അപ്പോൾ ഞാൻ കേരളത്തിലെ പല വിദേശ മാങ്ങകളുടെയും പേരുകൾ തിരുത്തിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, ഞാൻ ആദ്യമായി തിരുത്തിയൊരു മാങ്ങയാണ് നമുക്കറിയാം കാട്ടിമൂൺ. അതുപോലെ തന്നെ അത് ചോക്കന്നാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോക്കന്നാനെയാണ് ഇവിടെ കാട്ടിമൂണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബനാന മാങ്കയിൽ അത് മഹാചാനുക്കാണെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത് പിന്നെ ഗോലക്ക് മാങ്ങ അത് മണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി ഒട്ടനവധി മാങ്ങകളുടെ പേരുകൾ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ കിങ് ഓഫ് ചക്കപ്പത്തിൻ്റെ BN7, അതുപോലെ തന്നെ റെഡ് എംപയറർ, പിന്നെ അതുപോലെ തായ്വാൻ റെഡ്, ഇങ്ങനെയൊക്കെ പല പേരുകളിലും അറിയപ്പെടുന്ന മാങ്ങയാണ് പിന്നെ കിങ് ഓഫ് ചക്കപ്പത്ത്.
അത് കിങ്ങോ ചക്കപ്പത്താണ്. ഇത് ചങ്ങക്കോ ചക്കപ്പത്ത് കായ്ച്ച് നിൽക്കുന്ന മാങ്ങകളൊക്കെ നമ്മൾക്കുണ്ട്. ഇത് റമ്മിൽ കായ്ച്ചിരിക്കുന്ന ഒരു മാങ്ങയാണ്. ഇത് കിങ്ങോ ചക്കപ്പത്ത് റമ്മിൽ കായ്ച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇത് കണ്ടുവരുന്നവർക്ക് ഓഫറായിട്ട് കൊടുക്കാം. ഇത് ഒരു സ്പെഷ്യൽ ഓഫറാണ്. കിങ്ങോ ചക്കപ്പത്ത് കായ്ച്ചത് 5500 രൂപയ്ക്ക് റമ്മിലുള്ളത് കൊടുക്കുക. ഇത് ഏകദേശം ഒരു ഇന്നേക്കാളും ഹൈറ്റ് ഉള്ളതാണ്. ഇത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഇതായിരിക്കും. ഇത് ഏകദേശം ഒരു 7-8 വർഷം പ്രായമുള്ളതാണ്. നല്ല ഗ്രോത്ത് ആയതാണ്. നല്ല പ്ലാന്റാണ്. ഇത് നന്നായിട്ട് ഇനിയും മാങ്ങ ഫ്ലവർ ചെയ്തിട്ടുണ്ട്, കായ പിടിച്ചിട്ടുണ്ട്, ഉള്ളിലൊക്കെ മാങ്ങയുണ്ട്. നല്ലതാണ്. ഈ വീഡിയോ കൊണ്ടുവരുന്ന ഫസ്റ്റ് ആളുകൾക്ക് ആരാണ് ഫസ്റ്റ് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് 5500 രൂപ ആര് ഗൂഗിൾ പേ ചെയ്യുന്ന അവർക്കിത് അവരുടെ പേരിൽ മാറ്റി വെക്കുന്നതായിരിക്കും. ഇതാണ് നമുക്കറിയാം ചോക്കന്നാൻ എന്ന് പറയുന്ന മാങ്ങ. ഈ ചോക്കന്നാൻ എന്ന പേരിലാണ് ഇത് തായ്ലൻഡിലൊക്കെ അറിയപ്പെടുന്നത്. പക്ഷേ നമ്മളെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് പിന്നെ കാട്ടിമൂണ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ കാട്ടിമോൺ എന്നൊക്കെ പറയുന്ന മാങ്ങയുടെ യഥാർത്ഥ പേര് ചോക്കന്നാൻ എന്നാണ്. ഇത് ചോക്കന്നാൻ എന്നുള്ള മാങ്ങയാണ്. ഇത് ഒരു ആൾ സീസൺ മാങ്ങയാണ്. എല്ലാ സമയത്തും ഇത് ഓൾ സീസണായിട്ട് കായ്ക്കും. നല്ല മാങ്ങയാണ്. ഓൾ സീസൺ മാങ്ങയിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു മാങ്ങയാണ്. അത്യാവശ്യം ടേസ്റ്റും അത്യാവശ്യം മധുരം, ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫ്ലേവറൊക്കെ ഉള്ളൊരു മാങ്ങയാണ്. നമുക്ക് വീട്ടുമുറ്റത്ത് വെക്കാവുന്ന ഒരു മാങ്ങയാണ്. കേരളത്തിലെ കാലാവസ്ഥക്ക് 100% സ്യൂട്ടബിളാണ്. ഇത് മിയാസാക്കി മാങ്ങയാണ്. പലരും നമ്മളോട് ചോദിക്കുന്നതാണ് മിയാസാക്കി മാങ്ങ കേരളത്തിൽ കായ്ക്കുമെന്ന്. നമുക്കറിയാം ഒരു 4 വർഷം മുമ്പ് നമ്മൾ മിയാസാക്കി മാങ്ങ നമ്മുടെ വീട്ടിൽ കായ്ച്ചത് എല്ലാം വൈറലായ വീഡിയോ ചെയ്തിരുന്നു, കായ്ച്ചിരുന്നു. അതൊക്കെ പിന്നെ 2 വർഷമായിട്ട് നമുക്ക് വേണ്ടത്ര രീതിയിൽ മിയാസാക്കിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടിയില്ല. എന്നാൽ ഈ വർഷം നമുക്ക് ഒട്ടനവധി ഗ്രോ ബാഗിലുള്ള മിയാസാക്കികളും റമ്മിലുള്ള മിയാസാക്കികളും ഒട്ടനവധി ഫ്ലവർ ചെയ്ത് കായ്ച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വരും. ഇപ്പോൾ വരുന്നവർക്ക് മിയാസാക്കി മാങ്ങ ഗ്രോ ബാഗിൽ കായ്ച്ചത് മാങ്ങയോട് കൂടി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സുവർണ്ണ അവസരമാണ് എയർപോർട്ട് ഗാർഡനിൽ. കാരണം അതിമനോഹരമായ രീതിയിൽ ഫ്ലവർ ചെയ്ത് കായ്ച്ചിരിക്കുന്ന മിയാസാക്കിയാണ്. ഇതിന് നല്ല പ്യൂർ റെഡിലേക്ക് വരും. കാരണം നമുക്ക് വിദേശത്തൊക്കെ ഉണ്ടായിരുന്ന മാങ്ങകൾ നമ്മുടെ സ്വദേശത്ത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വരുമ്പോൾ അത് കാണുമ്പോൾ അത് കണ്ട് ആസ്വദിക്കാനുള്ളൊരു ആനന്ദം അതൊന്നും വേറെ തന്നെയാണ്. ഞെട്ടിക്കുന്ന ഓഫറാണ്. നമ്മൾ കണ്ടത് 4 അടി 5 അടിയോളം പൊക്കമുള്ളത് ഇതിൻ്റെയൊക്കെ ഈ ഹൈറ്റുള്ള മാവാണ്. ഇത് കണ്ടില്ല, ഈ ഹൈറ്റുള്ള മാവ് ഇതിൻ്റെ ഏകദേശം ഹൈറ്റുള്ള മാവാണ് കേട്ടോ. ഇത് കായ്ച്ചതുകൊണ്ട് കായ്ക്കാനായതുകൊണ്ട് ഫ്ലവർ ചെയ്തതൊക്കെ ആയിട്ടുള്ള മാങ്ങകൾ. ഇത് കുളമ്പ് മാവാണ്. കുളമ്പ് മാവ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ള മാങ്ങയാണ് കുളമ്പ് മാവ്. ആ കുളമ്പ് മാവിൻ്റെ ഒരു പ്രത്യേക ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് വെറും 150 രൂപക്കാണ് ഈ വീഡിയോ കണ്ടുവന്നവർക്ക് ഈ കുളമ്പ് മാവ് കൊടുക്കുന്നത്. വെറും 150 രൂപയ്ക്ക് കായ്ച്ച മാവുകളടക്കം കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കും 150 രൂപയ്ക്ക്. ഇത് ഇവിടെയൊക്കെ കായ പിടിച്ചിട്ട് കണ്ടില്ല. ഈ മാവുകൾ ഒരു കിടിലൻ ഓഫറാണ്. നമ്മൾ 150 രൂപക്കാണ് നമ്മൾ കുളമ്പ് മാവ് കൊടുക്കുന്നത്. കണ്ടാ മാത്രമല്ല കുളമ്പ് മാവിന് ശേഷം നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഓഫറാണ്. ഇങ്ങോട്ട് വരാ, ഇതാണ് കിടിലൻ ഓഫർ. ഇവിടെ നമുക്ക് കുറച്ച് അതേ വലുപ്പത്തിലുള്ള കുറച്ച് ചന്ദ്രകാരനുണ്ട്. അതും നമ്മൾ കൊടുക്കുന്നത് 150 രൂപയ്ക്ക്. അതും ചന്ദ്രകാരനും കൊടുക്കുന്നത് 150 രൂപയ്ക്ക് ചന്ദ്രകാരനും കൊടുക്കുന്നത്. മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് മാവ് ഇരിക്കുന്നതാ. ഇത് കിടിലൻ മാവുകളാണ്. കണ്ടില്ല ഏകദേശം വലിപ്പം നോക്കി. ഈ മാവുകൾ നമ്മൾ കൊടുക്കുന്നത് തോത്താപുരിയാണ്. തോത്താപുരി, ബാംഗ്ലൂർ, കലക്ടർ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. ഒട്ടനവധി പേരുണ്ട്. കത്തിച്ചുണ്ടൻ എന്നൊക്കെ പറയപ്പെടുന്ന പേരിൽ അറിയപ്പെടുന്നതാണ് ഈ തോത്താപുരി. ഈ തോത്താപുരി മാങ്ങ നമുക്കറിയാം പച്ചയിൽ കഴിക്കാൻ വളരെ ഉപ്പിലിട്ടൊക്കെ കഴിക്കുന്ന നല്ലൊരു ഇനം മാങ്ങയാണ് തോത്താപുരി. ഈ തോത്താപുരി മാവ് നമ്മൾ കൊടുക്കുന്നത് വെറും 150 രൂപക്കാണ്. എയർപോർട്ട് കടയിൽ നോക്കി ഇതിൻ്റെ വലിപ്പം നോക്കാൻ 150 രൂപക്കാണ്. നമ്മുടെ കിടിലൻ ഓഫറുകളാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാവിന്. ഇതാ ഞങ്ങൾ വീണ്ടും ഞെട്ടിക്കാൻ പോകുന്നു. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മാങ്ങയാണ്, നമ്മുടെ തനതായ മാങ്ങയാണ് ചക്കരക്കുട്ടി. ഈ ചക്കരക്കുട്ടി നിങ്ങൾക്ക് നൽകുന്നത് വെറും 220 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത ചക്കരക്കുട്ടി മാവ് നൽകുന്നത്. ഇത് കായ്ച്ച് നിൽക്കുന്ന മാവുകളാണ്. ഇതേ ബാച്ചിലുള്ള മാവുകളാണ്. കായ്ച്ചത് 1-2 ഉള്ളൂ. കായ്ച്ചത് വേണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നാൽ നമുക്ക് തരാനായിട്ട് കഴിയില്ല. എന്നാൽ ഏതാനും മാവുകൾ കായ്ച്ചതുണ്ട്. ആദ്യം വരുന്നവർക്ക് കായ്ച്ച മാവുകളൊക്കെ ലഭിക്കും. ഈ മാവുകൾ നമ്മൾ കൊടുക്കുന്നത് വെറും 220 രൂപയ്ക്കാണ്. ചക്കരക്കുട്ടി മാവുകൾ നമുക്ക് കേരളത്തിലെ നമ്മുടെ എയർപോർട്ട് കാർഡിൽ നമ്മുടേതായിട്ടുള്ള കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് ചക്കരക്കുട്ടി. ഇത് വന്ന് നമ്മളൊരു തായ്ലൻഡ് വെറൈറ്റിയാണ്. തായ്ലൻഡ് വെറൈറ്റികൾ ഒട്ടനവധി നമുക്കിവിടെ ഫ്ലവർ ചെയ്യുകയും വാങ്ങുകയും ചെയ്തതാണ് എയർപോർട്ട് ഗാർഡിൽ ഈ വർഷം. ഇത് നമ്മൾ ക്യൂസാംബ്രോഡ് എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. ഇത് പച്ചയിലൊക്കെ കഴിക്കാനായിട്ടുള്ള തായ്ലൻഡ് മാങ്ങയിൽ ഏറ്റവും നീളം കൂടിയ ഒരു മാങ്ങയാണ് ക്യൂസാംബ്രോഡ്. നല്ല മാങ്ങയാണ്. നമുക്ക് പച്ചയിൽ കഴിക്കാൻ, പഴുത്തതിനേക്കാൾ ഞാൻ പറഞ്ഞില്ലേ, പച്ചയിൽ കഴിക്കാൻ ഏറ്റവും നല്ല മാങ്ങയാണ്. വീട്ടുമുറ്റത്ത് മനോഹരമായി കായ്ച്ച് നിൽക്കുന്ന, തൂങ്ങി നിൽക്കുന്ന ഒരു മാങ്ങയാണ് ഈ ക്യൂസാംബ്രോഡ്. ഇതിപ്പോൾ നമുക്ക് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ വലിയ മാങ്ങ ആയിട്ട് നീണ്ടു വരും. അപ്പോഴാണ് അതിൻ്റെ ആ പൂർണ്ണ രീതിയിൽ എത്തുമ്പോഴാണ് ആ ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയുള്ളൂ. ഇത് മഹാചാനുക്ക് എന്ന് പറയുന്നൊരു മാങ്ങയാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മാങ്ങയാണ്. ഞാൻ എപ്പോഴും പറയും തായ്ലൻഡ് വെറൈറ്റിയിൽ നീണ്ട് നല്ല മനോഹരമായി അണ്ടി വളരെ കനം കുറഞ്ഞ മാങ്ങയാണ്. വീട്ടുമുറ്റത്തൊക്കെ വെക്കാൻ വളരെ മനോഹരമായി തൂങ്ങി നിൽക്കുന്ന മാങ്ങയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് നമുക്കറിയാം നമ്മുടെ ബനാന മാംഗോ എന്നറിയപ്പെടുന്ന മാങ്ങയാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് മഹാചാനുക്ക് എന്നാണ്. മഹാചാനുക്ക് എന്ന് പറയുന്ന മാവാണ്. ഇതിപ്പോൾ റമ്മിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റിൽ വരുന്നവർക്ക് ഇതൊരു ഓഫറായിട്ട് വേണമെങ്കിൽ കൊടുക്കാം.
എത്ര കൊടുക്കാം? ഇത് നമുക്കിപ്പോൾ ആദ്യം വരുന്ന ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ആദ്യം നമ്മളായിട്ട് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ഇത് കൊടുക്കാം വെറും 7500 രൂപക്ക്. ഇത്രയും വലിയ ഇത്രയും മാങ്ങയോട് കൂടിയിട്ട് നമുക്ക് 7000 തന്നെ പറയല്ലേ, മരം തന്നെ പറയാം. ഇത് നമുക്ക് വെറും 7500 രൂപക്കാണ് കിടിലൻ ഓഫർ. മറ്റൊരു ഓഫർ ഇതാ, ഇത് ആർക്കെങ്കിലും വാങ്ങാൻ നമ്മൾ ഡ്രമ്മിൽ വെച്ചിരിക്കുന്ന മാങ്ങ നമ്മളിത് വളരെ ഒട്ടനവധി മാങ്ങകൾ ഇപ്പോൾ എയർപോർട്ട് കടയിൽ നമ്മൾ ഈ പ്രേക്ഷകർക്ക് നമ്മുടെ പിന്നെ കസ്റ്റമേഴ്സിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓഫർ റേറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രമ്മിൽ വെച്ച മാങ്ങയാണ്. ഇത് 3 ടേസ്റ്റ് മാങ്ങയാണ്. ഒട്ടനവധി മാങ്ങകൾ കഴിച്ചിരിക്കുന്നത്. 10-25ഓളം മാങ്ങകൾ ഇതിനകത്തുണ്ട്, മാങ്ങകൾ കായ്ച്ചിട്ടുണ്ട്. ഇത് ഡ്രമ്മിലാണ് ഇരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് നമ്മളിത് കൊടുക്കുന്നത്, ആദ്യമായിട്ട് ഗൂഗിൾ പേ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് വെറും 5500 രൂപക്ക്. 5500 രൂപക്ക് മാത്രം 5 കിലോ മാങ്ങ. 5 കിലോ മാങ്ങ ഉണ്ട്. ഇതാ മാങ്ങ ഉണ്ട്. വീട്ടുമുറ്റത്ത് തന്നെ നല്ലൊരു മാങ്ങ. വീണ്ടും അടുത്തൊരു കിടിലൻ ഓഫറിലേക്ക് നമ്മൾ പോവാണ്. വീണ്ടും നമ്മളൊരു കിടിലൻ ഓഫർ, ബെറപ്പിക്കുന്ന ഓഫർ ഇടാണ്. എല്ലാവരും ഞെട്ടരുത്. ഇത് നമ്മുടെ എയർപോർട്ട് കടകളിൽ നിൽക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും അറിയാം ഈ ഡ്രമ്മിൻ്റെ വില 1500-1300 രൂപ ഈ ഡ്രമ്മിന് വില ഉണ്ട്. ഈ ഡ്രമ്മിലിരിക്കുന്ന ഈ മാവ് ആദ്യമായി നമ്മൾ വീഡിയോ കണ്ടുവന്നത് നമുക്ക് ഓഫറിൽ ഈ നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് നമ്മുടെ ഇത് ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് വെറും 2750 രൂപക്കാണ് ഈ മാവ് കൊടുക്കുന്നത്. 2750 രൂപയ്ക്ക് 8-9 വർഷമായ കായ്ച്ച് നിൽക്കുന്ന മാവ് കൊടുക്കുന്നത്. സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു നാടൻ മാവാണ്. സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നത് 2750 രൂപയ്ക്ക് നിൽക്കുന്ന മാവ്. റേറ്റ് തെറ്റിയിട്ടൊന്നുമില്ല. ഇത് കിടിലൻ ഓഫറാണ്. ആദ്യമായി ഗൂഗിൾ പേ ചെയ്ത് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ. ഇത് കിടിലൻ ഓഫറായിരിക്കും. നിറയെ മാങ്ങയുള്ള എല്ലായിടത്തും മാങ്ങയുള്ള ഓഫറുകളാണ്. ഇനി ഓഫർ ഒരാളിടരുത്. ആ ജാതിയിലുള്ള ഓഫറുകളാണ് നമ്മൾ കൊടുത്തത്. ഓഫർ ഇടുന്ന ആൾക്കാരുടെ പരിപ്പ് ഞാൻ എടുത്തു തരാം. നിറയെ മാങ്ങകൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ നാംഡോക്ക് മൈ ഗോൾഡ് കൊടുക്കുന്നതാണ്. വെറും 5500 രൂപയ്ക്ക് നാംഡോക്ക് മൈ ഗോൾഡ് കൊടുക്കുന്നത്. ഇത് ആദ്യമായി നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് നമ്മളിത് ബുക്ക് ചെയ്യുന്ന ആൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഓഫറിൽ കൊടുക്കുകയാണ്. ഇത് നിറയെ മാങ്ങ. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 5 അല്ല 6 അല്ല 7 അല്ല 8 അല്ല 10 അല്ല അനേകം മാങ്ങകൾ തൂങ്ങി നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇത് നിങ്ങൾ വീട്ടുമുറ്റത്ത് വെച്ചാൽ മനോഹരമായിരിക്കുന്ന ഓഫറിൽ കിട്ടുന്ന മാങ്ങയാണ്. ഇത് വെറും 5500 രൂപയ്ക്ക് കൊടുക്കുകയാണ്. നാംഡോക്ക് മൈ ഗോൾഡ് ഡ്രമ്മിൽ വെച്ച. ഈ ഡ്രമ്മിന് തന്നെ ഉണ്ട് നമുക്കറിയാം 1500ഓളം രൂപ. ഇതൊരു സ്പെഷ്യൽ ഓഫറിൽ വെക്കുന്നത്. ഇതാണ് കിടിലൻ ഓഫർ, ബെറപ്പിക്കുന്ന ഓഫറാണ്. ഇത് ആദ്യമായി നമുക്ക് ഈ മാവ് ഗൂഗിൾ പേ ചെയ്യുന്ന ആളുകൾക്ക് അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് മാറ്റുന്നത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ മാവ് ഇടുന്ന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് കൊടുക്കും. ഇർവിൻ അഥവാ മിയാസാക്കി എന്ന് പറയുന്ന മാങ്ങ തന്നെ ചുവന്ന മാങ്ങ ആയിരിക്കും. ഇത് എയർപോർട്ട് കാർഡിൽ കായ്ച്ചിരിക്കുകയാണ്. ഇത് നമ്മളൊരു മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ ഗ്രോ ബാഗിൽ വെച്ച ഒട്ടനവധി മാവുകൾ കായ്ച്ചത് നമുക്ക് കൊടുക്കാനായിട്ടുണ്ട്. എയർപോർട്ട് കാർഡിൽ ഇത് വീണ്ടും നിങ്ങൾ നെട്ടിച്ചിരിക്കുന്നു. ഒരു 7-8 കൊല്ലമായിരിക്കുന്ന സൂപ്പർ ക്യൂവിൻ്റെ മാവാണിത്. ഇത് വലിയ മാങ്ങയാണ്. കാരണം മാങ്ങ ഇനിയും 1.5 കിലോ ഭാരം വരും. ഈ മാവ് നമ്മൾ വീഡിയോ കണ്ടുവരുന്നത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് വെറും 5500 രൂപക്കാണ് ഈ മാവ് കൊടുക്കുന്നത്. 5500 രൂപയ്ക്ക് മാങ്ങോട് കൂടിയിട്ട് മാവോട് കൂടി മാങ്ങ. ഇത് ഇവിടെയൊക്കെ മാങ്ങയുണ്ട്. ഇവിടെ വന്നാൽ ഇവിടെയൊക്കെ മുകളിലൊക്കെ മാങ്ങയുണ്ട്. 1, 2, 3, 4, 5, 6, 8ഓളം മാങ്ങകളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ 8ഓളം മാങ്ങകൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഈ പ്ലാന്റ് ഇപ്പോൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. ആദ്യമായി ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്ക് 5500 രൂപയ്ക്ക് എയർപോർട്ട് കാർഡ് നൽകുന്ന സമ്മാനമാണ്. 5500 രൂപയ്ക്ക് എല്ലാ മാവുകളും ഒരു സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ വിറ്റൊഴിവാക്കുന്നത്. എന്നെക്കാളും പൊക്കമുള്ള ഒരു കുളമ്പ് മാവാണ് ഇത്. നമ്മൾ എയർപോർട്ട് കാർഡിലാണ് കായ്ച്ച് നിൽക്കുന്നത്. നിറയെ മാങ്ങ കായ്ച്ചിരിക്കുന്ന കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു മാങ്ങയാണ് കുളമ്പ്. എല്ലാവർക്കും അറിയാം ഇത് വലിയ മാങ്ങയാണ്, നല്ല വലിയ കുളമ്പാണ്. എല്ലാവരും ഇത് നമ്മളൊരു സ്പെഷ്യൽ ഓഫറിൽ നമ്മൾ കൊടുക്കുകയാണ്. വെറും 750 രൂപക്കാണ്. ആദ്യം നമുക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാണ് ഇത് കൊടുക്കുക. ഇത് വെറൈറ്റി ഈ ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓഫർ ഇടുന്നത്. 750 രൂപക്കാണ് നിറയെ മാങ്ങളോടുള്ള കുളമ്പ് മാവ്. 7500 അല്ല കേട്ടോ, 750 ആണ്. 7500 അല്ല. ഇത് കിടിലൻ ഓഫറാണ്. ആദ്യമായി ഞങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാർക്കും ഈ മാവ്. ഇത് 2 കുളമ്പ് മാവാണ്. ഈ 2 കുളമ്പ് വേണ്ടില്ല, ഇത് നമുക്കൊരു സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കാം. ഇതിനേക്കാൾ ഹൈറ്റുള്ള വലിയ 2 കുളമ്പ് മാവാണ്. ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ എന്ന് നൽകി 850 രൂപക്ക് കൊടുക്കാം. നിറയെ മാങ്ങളോട് കൂടിയിട്ടുള്ള എന്നെ ഹൈറ്റുള്ള മാങ്ങ. ഇവിടെയൊക്കെ എത്തണ്ട 850 രൂപ. കമ്പിലൊക്കെയാണ് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. കൊണ്ടുവന്നാ നോക്കാം. ഇവിടെ വന്നാൽ കമ്പിലൊക്കെയാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത്. ഇത് 850 രൂപയ്ക്ക് ആദ്യമായിട്ട് ഗൂഗിൾ ചെയ്യുന്ന ആൾക്കാണ് ഇത് കൊടുക്കുക. ഇത് കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ആദ്യം ഗൂഗിൾ പേ ചെയ്ത് ബുക്ക് ചെയ്യുന്ന ആൾക്ക് ഇത് വെറും 850 രൂപയ്ക്ക് കരിപ്പൂർ എയർപോർട്ട് കാർഡിലെല്ലാം കിടിലൻ ഓഫറിൽ കരസ്ഥമാക്കാവുന്നതാണ്. ഈ വർഷം നമുക്ക് ഒട്ടനവധി ഹൈലൈറ്റ് മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. നല്ല സൂപ്പർ മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടതാണിതാ BN7 എന്ന് പറയുന്ന മാങ്ങയാണ്. കിങ് ഓഫ് ചക്കപ്പത്ത്, ഈ റെഡ് എംപയർ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. ഇത് നമുക്ക് അതിൻ്റെ കളർ കണ്ടില്ല, എന്തൊരു ഭംഗിയാണ്. ഇത് ഗ്രോ ബാഗിലുള്ളത് കഴിച്ചിട്ടുണ്ട്. നമുക്ക് സെയിലിനായിട്ട് ഒട്ടനവധി മാവുകളും മാങ്ങയുണ്ട് ഇവിടെ. ഇപ്പോൾ വരുന്നവർക്ക് മാവും മാങ്ങയും കരസ്ഥമാക്കാനുള്ള നല്ലൊരു സുവർണ അവസരമാണ്.
ഇതാണ് കിങ് ഓഫ് ചക്പത്ത്. നിറയെ മാങ്ങ കായ്ച്ചിരിക്കുന്ന ഒരു നീല മാങ്ങയാണ് കേട്ടോ. ഈ മാവിനെ കണ്ടോളൂ നിങ്ങൾ. ഇത് നമ്മളൊരു കിടിലൻ ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് 550 രൂപക്ക്. 550 രൂപക്ക് എയർപോർട്ട് കാർഡിൽ കൊടുക്കുകയാണ്. നേരെ എന്നെക്കാളും പൊക്കുള്ള ഒരു മാങ്ങയോട് കൂടി മാവോട് കൂടി മാങ്ങ വെറും 550 രൂപക്ക്. ഇപ്പൊ വന്നാൽ സ്വന്തം ആദ്യം ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് രജിസ്റ്റർ ചെയ്യാം. നമ്മളെ സൂപ്പർ ക്യൂനാണ് ഈ ക്യൂജായ് മാംഗോ, അതുപോലെ ജിം ഹോങ് മാംഗോ, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന മാങ്ങയാണിത്. ഇത് വളരെ പോപ്പുലറാണ് തായ്ലൻഡിൽ. ഇത് നമുക്കറിയാം, ഒരു യൂട്യൂബിലൊക്കെ നമുക്ക് കാണാം, ഒരു കത്തി എടുത്തിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഐസ്ക്രീം കൂടുന്ന വരെ എടുത്ത് ഇരിക്കുന്ന മാങ്ങയാണ്. അത്ര നല്ലൊരു മാങ്ങയാണ്. അണ്ടി വളരെ കുളമാണ്. ഇതിൻ്റെ ഫ്ലഷാണ് അതിന് ഭയങ്കരം. കാരണം അടിയാത്ത നല്ല നമ്മൾ ടേബിളിലൊക്കെ വെക്കാൻ പറ്റിയ ടേബിൾ ഫ്രൂട്ടായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ മാങ്ങയാണ് ഈ സൂപ്പർ ക്യൂൻ. പിന്നെ അതുപോലെ തന്നെ ഗോൾഡൻ ക്യൂൻ, ക്യൂജായ് മാംഗോ, ജിങ് ഹോങ് മാംഗോ, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു മാവാണ്. ഒന്നിനൊന്ന് മെച്ചമാണ്. അടിപൊളി മാവാണ്. എന്നെക്കാളും പൊക്കമുള്ള ഒരു നീലമാവ് നമ്മളിപ്പോൾ ഓഫർ കൊടുക്കുകയാണ്. സ്പെഷ്യൽ ഓഫർ കരിപ്പൂർ എയർപോർട്ട് കാർഡിൽ കിടിലൻ ഓഫറുള്ള ഒരു ഓഫറാണ് കൊടുക്കുന്നത്. ഇതിനേക്കാളും പൊക്കമുള്ള മാങ്ങ കായ്ച്ചത് മാങ്ങയോട് കൂടിയിട്ട് ഇത് കണ്ടില്ലേ, ഏകദേശം ഇതൊക്കെ പാടെ വന്നാൽ 1 കിലോത്തിന് മുകളിൽ മാങ്ങ ഉണ്ടാവും. ആ മാവാണ് നമ്മൾ കൊടുക്കുന്നത് വെറും 550 രൂപയ്ക്ക്. 550 രൂപയ്ക്ക് എന്നെക്കാളും പൊക്കമുള്ള നീലമാങ്ങ, മാങ്ങയോട് കൂടിയ മാങ്ങയോട് കൂടി ഓഫറാണ്. ഞങ്ങളുടെ ഓഫർ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്, ജനങ്ങൾ നന്നാട്ടെ. ഇത് നമ്മുടെ പിന്നെ മഹാത്തീർ മാംഗോ, അതുപോലെ തന്നെ നമ്മുടെ ബ്രൂണൈ കിങ് എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. ഏകദേശം ഒരു 3 കിലോക്കൊക്കെ ഭാരം വരുന്ന മാങ്ങയാണ്. ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട്. ഇത് മുകളിലൊക്കെ നമുക്ക് മാങ്ങ കഴിച്ചിട്ടുണ്ട്. ഇത് ഉൾഭാഗത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. നല്ല മാവാണ്. വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റിയൊരു രസികം മാങ്ങ. നമ്മുടെ കളക്ഷനിൽ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ മാവാണ്. അതുകൂടെ അതിൻ്റെ ഉൾഭാഗത്ത് നമുക്ക് കുറേ മാങ്ങകൾ കായ്ച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു ഇത് നമ്മുടെ മഹാചാനുക്കാണ്. നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഈ മഹാചാനുക്ക്. ഇതൊരു പിന്നെ ഡ്രമ്മിലാണ് ഇരിക്കുന്നത് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള മാങ്ങയാണ് കായ്ച്ചിട്ടുള്ളത്. അത് കണ്ടില്ലേ. ഇത് കൂടാതെ നമുക്കവിടെ പിന്നെ ഈ കേസർ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേസർ മാങ്ങ. ഈ കേസർ മാങ്ങ എല്ലായിടത്തും നമ്മുടെ അടുത്ത് കായ്ക്കില്ല. ഇത് കണ്ട കേസർ കായ്ച്ചിരിക്കുന്നു. ഈ കേസർ മാങ്ങ കായ്ച്ചത് നമ്മളൊരു ഓഫർ എന്നല്ല എനിക്ക് കൊടുക്കുകയാണ്. ഈ വീഡിയോ കണ്ടു വരുന്ന ആളുകൾക്ക് വെറും 750 രൂപക്കാണ് എന്നെക്കാളും പൊക്കമുള്ള ഈ കേസർ മാങ്ങ കായ്ച്ചത് കൊടുക്കുന്നത്. ഇതൊരു കിടിലൻ ഓഫറാണ്. എയർപോർട്ട് ഗാർഡൻ്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള കിടിലൻ ഓഫറുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാവുകളിൽ. ഇത് വെറും നമ്മൾ കൊടുക്കുന്നത് 750 രൂപക്കാണ് ഈ കിടിലൻ ഓഫർ. എന്നെക്കാളും പൊക്കമുള്ള കായ്ച്ച മാവോട് കൂടിയിട്ട് മാങ്ങ കൊടുക്കുന്നത്. മാങ്ങയിൽ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങയാണ് ബ്ലാക്ക് ആൻഡ് റോസ് എന്ന് പറയുന്നത്. ഇത് മണ്ണുത്തി സെൻട്രൽ നഴ്സറിയിലൊക്കെ ഇതിൻ്റെ മദർ പ്ലാന്റുകളുണ്ട്. മണ്ണുത്തിയാണ് നമുക്ക് ഈ മാങ്ങയെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഇത് ചിലരിന്ന് മൽഗോവ എന്നുള്ളതൊക്കെ പറയാറുണ്ട് തൃശ്ശൂർ ഭാഗത്ത്. എന്നാൽ ഇത് മൽഗോവ അല്ല, ബ്ലാക്ക് ആൻഡ് റോസ് ആണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. നല്ല മാങ്ങയാണ്. നമ്മൾ കാഴ്ച തൂങ്ങുന്നതൊക്കെ കണ്ട ദൂരത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൽഗോവയുടെ ലുക്കൊക്കെ തോന്നും. എന്നാൽ അത് നല്ല ഒരു ഫ്ലഷാണ്, നല്ലൊരു ഫ്ലേവറാണ്. അടിപൊളി മാങ്ങയാണ് ഇത് ബ്ലാക്ക് ആൻഡ് റോസ്. ബ്ലാക്ക് ആൻഡ് റോസിൻ്റെ ഒട്ടനവധി കാഴ്ച തൈകൾ നമുക്കിവിടെ ലഭ്യമാണ്.